ധവളപത്രത്തിലെ കണക്കുകൾ തള്ളി കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Welcome to St. Anthony's College, Peruvandhanam, where education meets excellence and dreams take shape. മെട്രോയുടെ പ്രവർത്തന ലാഭത്തിലാണെന്നും ചെലവുകൾക്ക് സർക്കാരിനെ ആശ്രയിക്കുന്നില്ലെന്നും കമ്പനി വ്യക്തമാക്കുന്നു. നിയമസഭയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സമർപ്പിച്ച ധവളപത്രത്തിൽ കൊച്ചി മെട്രോയുടെ പ്രവർത്തനം നഷ്ടത്തിലാണെന്ന് പറഞ്ഞിരുന്നു. ഈ വാദം തള്ളിയാണ് KMRL കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ധവളപത്രത്തിലുള്ളത് നിർമ്മാണ ചെലവടക്കമുള്ള കണക്കുകളാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2022 മുതൽ പ്രവർത്തനം ലാഭത്തിലാണ് കൊച്ചി മെട്രോ പ്രവർത്തിക്കുന്നത്. പ്രവർത്തന ചെലവിന് വേണ്ടി സർക്കാരിനെ ആശ്രയിക്കുന്നില്ലെന്നും കമ്പനി വ്യക്തമാക്കുന്നുണ്ട്. 2022 മുതൽ പ്രവർത്തന ലാഭമെന്ന് കണക്കുകൾ പറയുന്നു. 2022-23 വർഷം പ്രവർത്തന ലാഭം 5,35 ലക്ഷം രൂപയാണ്. 2023-24 വർഷം പ്രവർത്തന ലാഭം 22,94 ലക്ഷം രൂപയും 2024-25 വർഷത്തെ പ്രവർത്തന ലാഭം 33,34 ലക്ഷം രൂപയായിരുന്നു. 2025-26 വർഷം 50 കോടി രൂപയോളം പ്രവർത്തന ലാഭം ഉണ്ടെന്നാണ് നിഗമനം. കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ട നിർമ്മാണത്തിന് വേണ്ടി ചെലവായത് 6,218 കോടി രൂപയാണ്. 3,000 കോടി രൂപയിലേറെ വായ്പ എടുത്തിരുന്നു. വായ്പ ഇനത്തിൽ സംസ്ഥാനം ഇനി തിരിച്ചടയ്ക്കാനുള്ളത് 2,000 കോടിയോളം രൂപയാണ്. ന്യൂസ് ഡെസ്ക് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Welcome to St. Anthony's College, Peruvandhanam, where education meets excellence and dreams take shape. Established in 2013, AICTE approved, NAC accredited, UGC 2F recognized, the college is committed to quality education and career success. BCA, MCA, Cyber Forensic, Hotel Management with foreign internships, Fashion Designing, Psychology, BBA with Aviation, BCom with specializations in CMA and ACCA, MSW and BSW. With modern infrastructure, vibrant campus life and holistic development, we don't just offer degrees, we build futures. Admissions are now open. St. Anthony's College, Peruvandhanam. Your journey to success begins here.